എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2026 6-ാം തീയതി ചൊവ്വാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വർഷത്തെ ആദ്യ ആഴ്ചയിലെ തുടർച്ചയായ രണ്ടാം സെഷനിലും നമ്മുടെ ഇന്ത്യൻ ബെഞ്ച് മാർക്ക് ഇക്വിറ്റി സൂചികകൾ താഴത്തേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും റിലയൻസ് ഇൻഡസ്ട്രീസും ട്രെൻഡ് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ വലിയ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് കാരണം കൊണ്ടാണ്, മാത്രമല്ല ഹയർ സൈഡിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും സംഭവിച്ചിട്ടുണ്ട്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഞാനെടുത്ത ട്രേഡുകൾ നമുക്കൊന്ന് വിലയിരുത്താം. വോൾട്ടാസിൽ 1475 മുതൽ 1505 വരെ പോയിട്ടുണ്ട്. DLF നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. അതുപോലെ TFCI ലിമിറ്റഡ് 66.50 മുതൽ 69.50 വരെ പോയി. നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് അതിൽ കിട്ടിയിരിക്കുന്നത്. ഇനി നിഫ്റ്റി 26,350 പുട്ട് സൈഡിൽ 153 എൻട്രി ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ 155 നിന്ന് റിവേഴ്സായി. 155 എടുത്തു, 155 ലോ വന്നു, 173 വരെ പോയി. നമുക്കതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഹീറോ സീറോയും 35 പ്രതീക്ഷിച്ചത്, പക്ഷേ 37 എൻട്രി ലഭിച്ചുള്ളൂ. അതിനുശേഷം മുകളിലേക്ക് പോയി. അത് ഒരു 100 പോയിന്റോളം 100 വരെ പോയിട്ടുണ്ട്. അതിലും നമുക്ക് പ്രോഫിറ്റാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയും 60-100 കോൾ ഓപ്ഷനാണ്. 715 720 എൻട്രി ലഭിച്ചത്. ഇനി സെൻസെക്സ് 301 എബോ, അത് നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. 85-400 കോൾ ഓപ്ഷൻ 250 നമുക്ക് എൻട്രി ലഭിച്ചു. 271 വരെ പോയി. വീണ്ടും 220 എൻട്രി എടുത്തു, പക്ഷേ അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവുകയാണ് ചെയ്തത്. അവസാനം 85,200 കോൾ ഓപ്ഷൻ 210 എൻട്രി ലഭിച്ചു. അത് 241 വരെ പോയി. അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ 26,100 കോൾ ഓപ്ഷൻ നിഫ്റ്റി 70 എൻട്രി എടുത്തു, പക്ഷേ 72 വരെ പോയുള്ളൂ. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു, 4 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി, പക്ഷേ റീ എൻട്രി എടുത്ത് നമുക്കതിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം റീ എൻട്രി എന്നുള്ളത് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. കാരണം ഒരു ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ അതേ പ്രൈസിൽ വരുമ്പോൾ വീണ്ടും എടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് പ്രത്യേകം പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. നോക്കൂ, ഏതെങ്കിലും കോളുകൾ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ അതേ വിലയിൽ റീ എൻട്രി എടുക്കുക എന്നുള്ളത് എൻ്റെ പോളിസിയാണ്. ഓക്കെ, അതുകൊണ്ട് അത് റീ എൻട്രിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഈവനിങ് സെഷനിൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് 22.50 എൻട്രി, 23.70 ഫസ്റ്റ്, 25 സെക്കൻഡ് ടാർഗറ്റ്, 23.70 24 വരെ പോയി, 24.50 വരെ പോയി. അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ ട്രേഡ് എടുത്തത്. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ, ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇവിടെ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു 11:15 സമയത്ത് നമുക്ക് ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. ഇവിടെ നിന്നുള്ള എൻട്രി ലഭിച്ച സ്ഥിതിക്ക് 65 പോയിന്റ് റാലി നടത്തിയിട്ടുണ്ട് ഡൗൺ സൈഡിലേക്ക്. നിഫ്റ്റിയിൽ ഇന്ന് ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിന്ന് എൻട്രി ലഭിച്ചിട്ടില്ല. സപ്പോർട്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെയും ഇടയിലാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ആയിരിക്കുന്നത്. ഓക്കെ, മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ പൊതുവെ മാർക്കറ്റ് ഇന്ന് ഒരു സമ്മർദ്ദത്തിലായിരുന്നു. നിഫ്റ്റി 26,200 എന്നുള്ള ലെവലിൻ്റെ അടിയിൽ, അതിൻ്റെ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിരുന്നു 26,200. അതിനും താഴേക്ക് വന്ന് 26,125 എന്നുള്ള ലോ ക്രിയേറ്റ് ചെയ്തു. ഒരു വോളറ്റിലിറ്റിയിലൂടെയാണ് ഇന്ന് കടന്നു പോയിരിക്കുന്നത് ട്രേഡിങ്. നമുക്ക് ഇൻട്രാഡേ ചാർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഡോജി പാറ്റേൺ ഫോം ആക്കിയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസുകളെ മൊത്തത്തിൽ അനിശ്ചിതത്തിലാക്കുകയും ചെയ്തു. 26,020 സമീപമാണ് ഇനി നമുക്ക് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ടുള്ളത്. 21 DMAയിലാണ് ഇത്. കൂടാതെ ഈ ലെവലിന് മുകളിൽ നിൽക്കുന്നിടത്തോളം 26,250 26,300 സോണിലേക്കുള്ള ഒരു റിവേഴ്സൽ നമുക്ക് തള്ളിക്കളയാനും കഴിയില്ല. അതുപോലെ തന്നെ മൊമെൻറ്റം സൂചകങ്ങളും ഓസിലേറ്ററുകളും ബൈയിങ് മോഡിൽ തുടരുന്നുണ്ട്. കൂടാതെ ഇന്ത്യ വിക്സ് ഇപ്പോഴും 10 താഴെയാണ് ഉള്ളത്. ഇത് ബുള്ളുകൾക്ക് അനുകൂലമായിട്ടാണ് കണക്കാക്കുക. ടെക്നിക്കലി മോർണിംഗിൽ ഒരു ഇൻട്രാഡേ
റാലി വന്നു, ഇൻട്രാഡേ റാലി വന്നെങ്കിലും ഈ ഹയർ സൈഡിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്ന് നടന്നു. മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പോൾ നിഫ്റ്റി 71 പോയിന്റ് നെഗറ്റീവിലാണ്, 26,178 സെറ്റിൽഡായി. അതുപോലെ സെൻസെക്സിലേക്ക് വരുമ്പോൾ 376 പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത്, 85,063 എത്തിയിട്ടുണ്ട്. എന്നാൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, 74 പോയിന്റ് പോസിറ്റീവിൽ 60,118 ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തു. ഇന്ന് റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം CLSA അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്ന് റിലയൻസിൻ്റെ ഷെയർ പിൻവലിച്ചതായി റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. റിലയൻസിൻ്റെ ഷെയറുകൾ അതുകൊണ്ട് തന്നെ അവരുടെ 8 മാസത്തിനിടെയുണ്ടായ ഏറ്റവും വലിയ ഇൻട്രാഡേ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4%, അതായത് 4.47% ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. അതേസമയം ടാറ്റ ഗ്രൂപ്പിൻ്റെ ട്രെൻഡും അവരുടെ റീറ്റെയിൽ വിഭാഗമാണ് ട്രെൻഡ്. Q3 ബിസിനസ് അപ്ഡേറ്റിനെ തുടർന്ന് 9% അതും ഇടിഞ്ഞിരിക്കുന്നത്. ട്രെൻഡ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ തന്നെ ITC, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇൻഡിഗോ ഇവയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്. 8.6% മുതൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം അപ്പോളോ ഹോസ്പിറ്റലും ICICI ബാങ്കും HDFC ലൈഫ് ഇൻഷുറൻസ്, ടാറ്റ കൺസ്യൂമർ, അതുപോലെ സൺ ഫാർമ ഇവയാണ് ഇന്ന് ഗ്രീനിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത്. 1.81% മുതൽ 3.74% വരെ ഇന്ന് പോസിറ്റീവിലാണ് ഈ ഷെയറുകൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ മൊത്തത്തിലുള്ള സ്റ്റോക്ക് സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ 19 സ്റ്റോക്കുകൾ മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ, ബാക്കി 31 ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.19% ഇടിയുകയാണ് ചെയ്തത്. അതുപോലെ സ്മോൾ ക്യാപ്പ് 0.22% ഇടിഞ്ഞിട്ടുണ്ട്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടത്, 1.75% ഇടിഞ്ഞു. അതുപോലെ മീഡിയ, നിഫ്റ്റി കെമിക്കൽസ് എന്നിവയും തൊട്ട് പിന്നാലെ ഇടിഞ്ഞിട്ടുണ്ട്. മറുവശത്ത് പോസിറ്റീവിൽ നിഫ്റ്റി ഹെൽത്ത് കെയറും ഫാമയും മികച്ച നേട്ടമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നാളെ ഇൻട്രാഡേ ലെവലിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെസിസ്റ്റൻസ് ലെവലുകൾ പരിശോധിക്കേണ്ടതില്ല, വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ 60,300 നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് 60,356 അതാണ് ഒരു പ്രയാസം. അപ്പോൾ നമുക്ക് ഈ ഒരു സോണിൽ 60,360 മുകളിൽ എൻട്രി എടുത്ത് പോകാം. ആ ഒരു ലെവൽ വരട്ടെ എന്നുള്ളത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് 59,970 59,970 എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇവിടെയും ചെറിയൊരു തടസ്സം വരുന്നുണ്ട്, 59,840. ഓക്കെ, അതിന് താഴെ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നാളെ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. ഇനി നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു പ്രധാന ലെവൽ 26,110 26,110 താഴെ പോവുകയാണെങ്കിൽ 26,020 എന്നുള്ള ഒരു സപ്പോർട്ട് റേഞ്ച് ഉണ്ട്, അത് നിങ്ങളൊന്ന് പ്രത്യേകം വാച്ച് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിംഗ് ഹൈയിൽ നിന്ന് 26,275. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഈ 2 സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകളും നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. ഈ 2 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.